സഭ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഒരുമിച്ച് കൂടുന്ന ദൈവത്തിൻ്റെ ശരീരമാകുന്ന അവയവം. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതല്ല, ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. ദൈവം ഇനി ഒന്നും നമുക്ക് നൽകി തരാനില്ല. ഒരു മനുഷ്യനെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി യഥാർത്ഥ റൂട്ടിൽ പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷേ ആ റൂട്ട് നമുക്ക് മനസ്സിലായി നമ്മൾ സ്റ്റെപ്പ് വയ്ക്കണം. യഥാർത്ഥ സ്നേഹത്തിനകത്ത് വേദനയുണ്ടെങ്കിലും ആ സ്നേഹമാണ് നിലനിൽക്കുന്നത്. ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നമ്മുടെ അകത്തുണ്ട്. നമ്മൾ ഏതിനെയാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതാണ് നമ്മുടെ ജീവിതത്തിൽ വളരുന്നത്. നമ്മൾ സംസാരിച്ചു, നമ്മൾ ക്രിസ്തുവാണ്, ക്രിസ്തു നമ്മളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്, നമ്മൾ ക്രിസ്തുവായിട്ടാണ് ജീവിക്കുന്നത്. ആ ക്രൈസ്റ്റ് റെവലേഷനിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതൊരു തിരിച്ചറിവാണെന്ന് സംസാരിച്ചു. നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഈ റെവലേഷനിലേക്ക് കടന്നു വന്നിട്ടും ക്രിസ്തുവായി ജീവിച്ചിട്ടും അവരുടെ ഹൃദയത്തിൽ ഒത്തിരി വേദനകളുള്ളവരുണ്ട്. ബന്ധങ്ങളുടെ തകർച്ച, സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, പല ബന്ധങ്ങളും വിള്ളലിലായിരിക്കുന്നത്, അതുമൂലം ഒരു ഇടർച്ച, അവർക്കൊരു വേദന ആയിരിക്കുന്നവർ, അങ്ങനെ ജീവിതത്തിൽ പല മേഖലകളിലും വ്യത്യസ്തമായ തരത്തിലുള്ള വേദനകൾ, പെയിൻ അനുഭവിക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മൾ ക്രിസ്തുവിൽ ജീവിക്കുമ്പോൾ ഈ പെയിനെ ഓവർകം ചെയ്യേണ്ടത്? അത് ഇത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ സംസാരിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ പെയിൻ ഉള്ളിൽ വെച്ച് അത് ഉള്ളിൽ മാത്രം ഇരിക്കുന്നത്, പുറത്താരോടും കാണിക്കാൻ പറ്റാത്ത സഹിച്ചിരിക്കുന്ന ഒത്തിരി പെയിൻ അനുഭവിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. എങ്ങനെയാണ് ആ പെയിനെ നമുക്ക് മറികടക്കാൻ പറ്റുക? ഈ വേദനയെ മറികടന്നുകൊണ്ട് ക്രിസ്തുവിൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ സാധിക്കും? വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണത്. ഞാനൊരു ചെറിയ ക്ലാരിറ്റിയും കൂടെ വരുത്തിയിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ജീവിക്കുക, അല്ലെങ്കിൽ ക്രിസ്തു നമ്മിൽ ജീവിക്കുക, ക്രിസ്തുവായി ജീവിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ട്. പക്ഷെ ആ തെറ്റിദ്ധാരണ നമുക്ക് തീർത്ത് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം ക്രൈസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അനോയിൻറ്റഡ് വൺ, അഭിഷിക്തൻ, അഭിഷേകവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളും അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് എന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ഇന്നർ മാൻ ക്രൈസ്റ്റ് സെയിം, ക്രിസ്തു എന്താണോ അത് തന്നെയാണ് നമ്മുടെ അകത്തെ മനുഷ്യൻ. അപ്പോൾ ഈ ചോദ്യം ഒരു പ്രസക്തമായ ചോദ്യമാണ്. ചിലപ്പോൾ പലരും ചോദിക്കാൻ സാധ്യതയുണ്ട്, നമ്മൾ തന്നെ ക്രൈസ്റ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് പെയിൻ വരുന്നത്, എന്താണ് എനിക്ക് വേദന മാറാത്തത്, എൻ്റെ ഉള്ളിൽ എന്താണ് ഈ വേദന എപ്പോഴും ഉരുത്തിരിഞ്ഞ് വരുന്നത്, അല്ലെങ്കിൽ ഈ വേദനയ്ക്ക് എന്താണ് ഒരു അന്ത്യമില്ലാത്തത്, ആ പെയിൻ്റെ സ്കെയിൽ എന്തുകൊണ്ട് കുറയുന്നില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതിനൊരു പ്രധാനമായ കാര്യം ഈ വേദനയുടെ ഉത്ഭവം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളുടെ വേദനയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എങ്ങനെ ഈ ലോകത്ത് വേദന ഉണ്ടായി? ഒരിക്കലും ദൈവത്തിൻ്റെ പാർട്ട് അല്ല അത്. വീണുപോയ ലോകത്താണ് കഷ്ടതയും വേദനയും ഉണ്ടായത്. ബൈബിൾ നമ്മൾ പഠിപ്പിക്കുന്നു, ഉൽപ്പത്തി പുസ്തകത്തിലാണ്, നിനക്ക് കഷ്ടതയുണ്ടാകും, നീ വേദനയോട് കൂടെ മക്കളെ പ്രസവിക്കും. അപ്പോൾ പെയിൻ എന്നുള്ളത് ശരിക്കും അതൊരു കേഴ്സായിട്ടാണ് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പാപത്തിൻ്റെ അനന്തരഫലമായിട്ട് സംഭവിച്ചതാണത്. പക്ഷെ ദൈവം ഒരിക്കലും വിഭാവനം ചെയ്തത് അല്ല. ദൈവത്തിൻ്റെ മനസ്സിനകത്ത് അങ്ങനെ ഒരു കാര്യമുണ്ടോ? സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ദൈവരാജ്യം ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഒരു പെയിനുണ്ടോ, അതിനകത്ത് കഷ്ടതകളുണ്ടോ എന്ന് ചോദിച്ചാൽ ബൈബിൾ നമ്മൾ പഠിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവരാജ്യത്തിനകത്ത് അത് ഇല്ലെന്നുള്ളതാണ്. അത് പാപത്തിൻ്റെ പരിണിതഫലമായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ തന്നെ യെശയ്യാ പ്രവചന പുസ്തകം 54 അധ്യായത്തിൻ്റെ 53 അധ്യായത്തിൻ്റെ 4 വചനം, 53:4 അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ അവിടെ നിന്ന് നമ്മുടെ വേദനകളെ ചുമന്നു. അപ്പോൾ ശാപം നിമിത്തം, പാപത്താൽ ഉണ്ടായ ശാപനിമിത്തം ഉളവായ ഈ വേദനകളെ ഓൾറെഡി ക്രൈസ്റ്റ് ചുമന്നു കഴിഞ്ഞു. ക്രിസ്തു ചുമന്നതിനെ നാം തിരിച്ചറിയുന്നതാണ്. ക്രിസ്തു ചുമന്നൊഴിച്ചതിനെ ഇനി നമ്മൾ ചുമക്കേണ്ട കാര്യം ഇല്ല. ഞാൻ സാധാരണ വളരെ തമാശയായിട്ട് പറയുന്നൊരു കാര്യം, ചില ആളുകൾ വീട്ടിൽ നിന്ന് മാർക്കറ്റിലേക്ക് വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്ന സാധനം, ചാക്കിനകത്തുള്ള സാധനം, വീട്ടിൽ നിന്ന് മാർക്കറ്റ് വരെ ബസ്സിലാണ് പോകണമെങ്കിലും ബസ്സിൽ അത് തലച്ചുമടായിട്ട് വെച്ച് പോകുന്ന, ഇതുപോലെ തിരിച്ചറിവില്ലാതെ യേശു ക്രിസ്തു ചുമന്നു എന്ന തിരിച്ചറിവില്ലാതെ വീണ്ടും വീണ്ടും അത് ചുമക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട്
തന്നെയാണ് ബൈബിള് പറയുന്നത്, നിന്റെ ഭാരം ദൈവത്തിൻ്റെ മേൽ വെച്ചുകൊള്ളുക. നമ്മോട് ആവശ്യപ്പെടുകയാണ്, എന്തിനാ ചുമക്കണേ അത് വെക്ക്. ഇനി വെക്കാൻ പറ്റില്ല. ഞാൻ പറയാറുണ്ട്, സാധാരണ ചില ആളുകൾക്ക് ഹെവി വെയിറ്റ് ആണ്. ഹെവി ഹാർട്ടഡ് വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കതിനകത്ത് തലയിലുള്ളൊരു ഭാരം ഇറക്കി വെക്കണമെങ്കിൽ നമുക്കൊരു എഫേർട്ട് ഉണ്ടല്ലേ. പക്ഷെ നമ്മുടെ എഫേർട്ടിന് മീത ഭാരം വന്നാൽ നമുക്കിങ്ങനെ ഇറക്കി വെക്കണമെങ്കിൽ, തലയിൽ നിന്ന് ഇറക്കി വെക്കണമെങ്കിൽ നമുക്ക് ചുമക്കാൻ പറ്റിയ ഭാരമാണ്. പക്ഷെ നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, നിങ്ങൾക്കത് ഇറക്കി വെക്കാം. പക്ഷെ പത്രോസ് കുറച്ചുകൂടി ഡീപ്പായിട്ടാണ് പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്തകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. സോഫ്റ്റായിട്ട് വെക്കാൻ പറ്റില്ലെങ്കിൽ തല കുടഞ്ഞാലും മതി. ആങ്സൈറ്റി ക്യാരി ചെയ്യരുത്. ഒരിക്കലും നമ്മൾ നമുക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് കർത്താവ്. അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണിത് ലഘൂകരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലേ, ഒരിക്കലും ഇത് ദൈവത്തിൻ്റെ ഹിതമല്ല നമ്മൾ പെയിൻ അനുഭവിക്കണം എന്നുള്ളത്. പിന്നെ പരിജ്ഞാനമില്ലായകയാൽ, ബൈബിൾ പറയുന്ന പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകും. അതൊരു പ്രധാനമായ ഒരു വചനമാണ്. ജീവിതത്തിലുണ്ടാകുന്ന 2 കാര്യങ്ങളായിട്ട് ഞാനിതൊന്ന് വിശദമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇപ്പം നമുക്കൊരു പെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് സാരമില്ല പോട്ടെ, ഈ ഒരു വാക്ക് നമുക്ക് വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അപ്പോൾ മനുഷ്യരുടെ വാക്കുകൾ തന്നെ നമ്മൾ മുറിവേൽപ്പിക്കും. മനുഷ്യരുടെ വാക്കുകൾ തന്നെ നമുക്കത് ഔഷധമായിട്ടും മാറും. അപ്പം നമ്മുടെ നാവിൽ തന്നെയാണ് അധികാരമുള്ളത്. അപ്പോൾ ആശ്വസിപ്പിക്കുക. ദൈവവചനം പറയുന്നത് ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളു. അപ്പം കാലം അടുക്കും തോറും നിങ്ങൾ സഭ കൂട്ടായ്മകൾ ഉപേക്ഷിക്കരുത്, അന്യോന്യം പ്രബോധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ എൻകറേജ് ചെയ്യണം. അപ്പോൾ നമ്മുടെ പെയിൻ പോകാനായിട്ടുള്ള 2 കാര്യമാണ്. ഒന്ന് കംഫർട്ട്, 2 എൻകറേജ്മെൻറ്റ്. ഇത് രണ്ടും മാനുഷികമായിട്ട് ചെയ്യണം, ഉണ്ടാകണം, അറിഞ്ഞു തന്നെ ചെയ്യണം. അതിനുള്ളൊരു ഫെലോഷിപ്പാണ് നമ്മൾ ചർച്ചിൽ നടക്കേണ്ടത്. അത് എടുത്തു പറയണം, നടക്കേണ്ടതാണ് എന്നത് നടക്കുന്നില്ല. അതാണ് നമ്മുടെ പല സഭകളുടെയും അപജയത്തിന് കാരണം. ഇപ്പോഴും പല സഭകളും തകർച്ചയിലും അല്ലെങ്കിൽ ഗ്രോത്ത് ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം ഈ ഇത്തരത്തിലുള്ള പല ചർച്ചകളും എൻ്റർടൈൻമെൻറ്റ് സ്ഥലങ്ങളായി മാറി, ചിലത് കൂടിവരവിൻ്റെ ക്ലബ്ബുകളായി മാറി. പക്ഷെ ചർച്ചിനകത്ത് സംഭവിക്കേണ്ട അഭിഷിക്തർ ഒരുമിച്ച് കൂടി കഴിഞ്ഞ ഒരു ആഴ്ച മുഴുവൻ അവരെ എങ്ങനെ ക്രിസ്തുവിൽ എങ്ങനെ ജീവിച്ചു ആ ഒരു എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യേണ്ടത്. അതിനകത്ത് സന്തോഷമുണ്ട്, അതിനകത്ത് ആഘോഷമുണ്ട്, അതിനകത്ത് ദൈവം കർത്താവ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. ബൈബിൾ പറയുന്ന ഒരു ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്, എല്ലാം ഉണ്ട്. അതൊരു പാക്കേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കംപ്ലീറ്റ് പാക്കേജ്. കംപ്ലീറ്റ് പാക്കേജ് എന്ന് പറയാം. പക്ഷേ ചർച്ചിനകത്ത് വരുന്ന ഒരാൾ തിരികെ പോകുമ്പോൾ അവർ ഭാരം ഒഴിഞ്ഞവരായിട്ട് പോകണം. അത് ദൈവത്താൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്ന ആ ടൂൾ എന്ന് പറയുന്നത് ഫെലോഷിപ്പാണ്. ഫെലോഷിപ്പിലൂടെയാണ് അത് സംഭവിക്കുന്നത്. പൊതുവേ ആളുകൾ ചർച്ച് മിസ് ചെയ്യുന്നതും ഈ ഒരു കാരണം കൊണ്ടാണ്. ഇന്നത്തെ ആളുകൾ ഒരു സൺഡേ പോയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല എന്നൊരു കോമൺ കൺസെപ്റ്റിലിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ ചേർച്ച് അവരെ എൻകറേജ് ചെയ്യുന്നില്ല. അവർക്ക് ആശ്വാസം, ആ കംഫർട്ട് അവിടെ നിന്ന് കിട്ടാത്തത് കൊണ്ട് അവരത് മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നു. പക്ഷേ ഇത് ഇവരുള്ള പെയിൻ കൂട്ടാനാണ് ഉപകരിക്കുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല. തീർച്ചയായിട്ടും. ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, ദൈവം എന്തൊക്കെ വിഭാവനം ചെയ്തിട്ടുണ്ടോ, ദൈവം എന്തൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടോ. ഉദാഹരണമായിട്ട് ഫാമിലി, അപ്പൻ, പിതാവ്, ഇതൊക്കെ ദൈവത്തിൻ്റെ ഡിസൈനാണ്. ചർച്ച്, ബിസിനസ്, ഇതെല്ലാം ദൈവത്തിൻ്റെ ഡിസൈനുകളാണ്. നമുക്ക് ബിസിനസ് ദൈവത്തിൻ്റെയാണ്. അതെ, യേശു ഈ ഭൂമിയിൽ വന്നത് ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നത്. യേശുവിനെ 12-ാം വയസ്സിൽ കാണാതെ ആയപ്പോൾ 3 ദിവസത്തെ വഴിദൂരം പോയി തിരിച്ച് വന്ന് യേശുവിൻ്റെ അമ്മ യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യം, മോനെ നീ എന്താണ് ഇങ്ങനെ ചെയ്തത്, നിന്നെ ഞങ്ങൾ എത്ര അന്വേഷിച്ചു. അവിടെ മലയാളം ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾ എന്നെ തിരഞ്ഞത് എന്തിന്, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ എന്നാണ്. പക്ഷേ ശരിക്കും അവിടെ ഇംഗ്ലീഷ് പരിഭാഷ ഫാദേഴ്സ് ബിസിനസ് എന്നാണ്. പിതാവിൻ്റെ ബിസിനസ് ചെയ്യാൻ വേണ്ടി യേശു ഇവിടെ വന്നത്. അത് ദൈവത്തിൻ്റെ പർപ്പസിനകത്തുള്ളൊരു ഒരു ദൈവത്തിൻ്റെ പദ്ധതിയാണത്.
അപ്പോൾ ദൈവം ഒറിജിനലായിട്ട് എന്തൊക്കെ പദ്ധതി ഈ ഭൂമിയിൽ പ്രായോഗികമാക്കിയിട്ടുണ്ടോ ഇതിനെല്ലാം പൊള്യൂട്ടഡ് ആക്കുക, ഇതാണ് സാത്താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാമിലികളെ പൊള്യൂട്ടഡ് ആക്കി. അപ്പോൾ കുടുംബത്തെക്കുറിച്ച് ഇനി ദൈവത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞാൽ അവർ പറയും, ഓ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റേ ഇല്ല എന്നുള്ള തോട്ടിലെത്തി. ഒരിക്കലും ഞാനൊരു പെൺകൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, മോളെ ദൈവം നിന്നെ അപ്പനെ പോലെ സ്നേഹിക്കുന്നു. അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ദൈവത്തെ വേണ്ട. അപ്പോൾ ഞാൻ മീറ്റിങ്ങിനിടയിലാണ്, അപ്പോൾ ഞാനത് വിട്ട് കളഞ്ഞു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ അപ്പൻ എന്നെ വളരെ ചെറുപ്പത്തിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്, എൻ്റെ അപ്പൻ എനിക്ക് ദേഷ്യമാണ്. നോക്കിയാൽ പിതാവ്, നമ്മൾ ദൈവത്തെ എങ്ങനെ വിളിക്കുന്നത് പിതാവേ എന്ന്. പക്ഷെ ആ കൊച്ചിനോട് പിതാവിനെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് അങ്ങനത്തെ ഒരു പിതാവ് വേണം. യഥാർത്ഥത്തിൽ എന്താണ് പിതാവ് എന്ന് പഠിപ്പിക്കണം, എന്താണ് ചർച്ച് എന്ന് പഠിപ്പിക്കണം, എന്താണ് ബിസിനസ് എന്ന് പഠിപ്പിക്കണം, റിലേഷൻഷിപ്സ് എന്താണ് ബന്ധങ്ങൾ എന്ന് പഠിപ്പിക്കണം. ഇതിന് ശേഷമേ ആ ഒറിജിനൽ ബന്ധത്തെ കാണിച്ചു കൊടുത്തിട്ടേ ഇവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് ആദ്യം സോൾവ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇപ്പോൾ നമ്മൾ തുടർന്ന് പോകുന്ന ട്രഡീഷണൽ ചർച്ചുകളടക്കം തുടർന്ന് പോകുന്ന പാറ്റേൺസ് ഇത് പൊളിച്ചെഴുതണം എന്നുള്ളൊരു ബേസിക് കൺസെപ്റ്റിൽ നമ്മൾ എത്തിയിരിക്കുന്നു. ഉറപ്പായിട്ടും അതൊരു വലിയ വിപ്ലവത്തിന് നല്ലൊരു ടാർഗറ്റാണ്. യെസ്, പക്ഷേ അതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. കാരണം ഇങ്ങനെ നമ്മൾ ചേർച്ച് മൂവ് ചെയ്തില്ലെങ്കിൽ നാളെ ഇത് സമൂഹത്തിൻ്റെ അപജയത്തിനും വ്യക്തികളുടെ അപജയത്തിനും തീർച്ചയായും കാരണമാവും. കാരണം ആത്മാക്കളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അവരുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പ്രധാന കാരണം ചർച്ച തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന പെയിൻ, പൊതുവേ ചർച്ചുകളിൽ നിന്ന് ലഭിക്കുന്ന പെയിനുകളും അത് ഞാൻ മെൻഷൻ ചെയ്തില്ലായിരുന്നു. ഈ പറഞ്ഞതിൽ ചർച്ചിലെ പെയിനുകളും ഉണ്ട്. സഭകളിൽ നിന്ന് കിട്ടുന്ന പെയിൻ, പൊതുവേ യുവാക്കൾക്കൊക്കെ കിട്ടുന്ന പെയിൻ ഉണ്ട്, റിജക്ഷൻസ് ഉണ്ട്, പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ബുള്ളിങ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ചർച്ചിലും സംഭവിക്കുന്നുണ്ട്. ഈ ക്രിസ്തുവിലായിരിക്കുന്നതും ക്രിസ്തുവായി ജീവിക്കുന്നവരും നല്ല ലൈഫ് സ്റ്റൈൽ കാണിച്ചു കൊടുക്കാത്തതും നന്നായി ജീവിക്കാത്തത് കൊണ്ടും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ക്രിസ്തു വരുമ്പോൾ മാറേണ്ടത്, അല്ലെങ്കിൽ ക്രിസ്തുവായി ജീവിക്കുമ്പോൾ മാറേണ്ടത് യഥാർത്ഥ ലൈഫ് സ്റ്റൈൽ അല്ലേ? തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഓരോ മേഖലയ്ക്കകത്തും മാറ്റം ഉണ്ടാകും. വിസിബിളി കാണാനും സാധിക്കും. അതിന് ഒരു പക്ഷേ ഈ ജീവിതത്തിലുണ്ടാകുന്ന വേദനകൾ അതിന് കാരണമാകാം. ദൈവം ഒരിക്കലും നമ്മളെ അടിച്ച് ശരിയാക്കൊന്നുമില്ല. നമ്മുടെ ഒരു കൺസെപ്റ്റ്, ദൈവം ഒരു വേദന തരുമ്പോൾ ദൈവം എന്നെ അടിച്ചു, എൻ്റെ അപ്പൻ എന്നെ അടിച്ചു, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ പറയുന്ന വാക്കുകളാണ്, ദൈവം അപ്പൻ ശിക്ഷിക്കാത്ത മകൻ ആരാളുള്ളത്, ദൈവം അതുപോലെ ശിക്ഷിക്കും. ഇല്ല, ദൈവം സ്നേഹമുള്ള ദൈവമാണ്, ദൈവം നല്ല പിതാവാണ്. ഞാൻ എൻ്റെ ജീവിതത്തിനകത്ത് ഒരുപാട് തെറ്റുകൾ വരാത്ത മനുഷ്യനെ ഇല്ല. നമ്മൾ ഈ വെളിപ്പാടിനകത്ത് വന്ന് ഇതൊരു പ്രാക്ടിക്കൽ ലൈഫാണ്. ഇത് തിരിച്ചറിഞ്ഞപ്പോൾ സംഭവിക്കുന്നതല്ല. പലരും ചോദിക്കാറുണ്ടോ, അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് പോയി കഴിഞ്ഞു, എന്നിട്ട് അയാളുടെ ജീവിതത്തിലൊരു മാറ്റം ഇല്ലല്ലോ. പലരും ചോദിക്കുന്നത്, നീ ഭയങ്കര പ്രാർത്ഥനക്കാരാ, ഭയങ്കര പ്രാർത്ഥന, എപ്പോഴും ബൈബിൾ വായന, പക്ഷെ ജീവിതത്തിലൊരു മാറ്റമില്ല. അത് സത്യങ്ങൾ അറിയുന്നതാണ്. അറിയുന്ന സത്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാകാൻ ടൈം എടുക്കും. ആ സമയം നമ്മുടെ മനസ്സിനകത്തുണ്ടാകുന്ന രൂപാന്തരത്തിൻ്റെ സമയമാണ്. ആ രൂപാന്തരത്തിന് സമയമെടുക്കും. എന്നും അങ്ങനെയല്ല, പക്ഷെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതശൈലി മാറിപ്പോകും, നമ്മുടെ സംഭാഷണങ്ങൾ മാറിപ്പോകും, കൂട്ടുകെട്ട് മാറിപ്പോകും, നമ്മുടെ ബന്ധങ്ങൾക്കകത്തുള്ള പഴയ കാര്യങ്ങളൊക്കെ മാറിപ്പോകാം. അപ്പോൾ ആളുകൾ നമ്മളെ പറയും, ഇപ്പോൾ ഭയങ്കര ആത്മീകനായി, പണ്ടെങ്ങനെയായിരുന്നു എന്നുള്ളൊരു കളിയാക്കി പറയുന്നൊരു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ദൈവം ഒരാളെ മാറ്റുമ്പോൾ അങ്ങനെ മാറ്റുന്നത്. ദൈവത്തിന് ആവശ്യം അങ്ങനെ മാറുന്ന, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് മാറുന്ന ആളുകളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, 91 സങ്കീർത്തനത്തിൻ്റെ ഒരു വചനം, അത്യുന്നതിൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അവരുടെ ബെനിഫിറ്റ്സ് ആണ് പിന്നെ താഴെയുള്ള ഭാഗങ്ങൾ നമ്മൾ കാണുന്നത്. എളുപ്പമല്ല നിഴലിൻ കീഴിൽ പാർക്കുക. നിഴലിനൊരു പ്രത്യേകതയുണ്ട്, നിഴലിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ടൈം അനുസരിച്ച്, കാലത്തിനനുസരിച്ച് നിഴൽ മാറുമ്പോൾ നിഴലിനൊത്തു മാറാൻ കഴിയണം. ദൈവം അചഞ്ചലനാണ്, പക്ഷെ ദൈവത്തിന് ഓരോ കാലഘട്ടത്തിലും ഓരോ സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജിക്കകത്ത് നമ്മൾ മാറാൻ തയ്യാറായില്ലെങ്കിൽ നമ്മൾ നിൽക്കും, ദൈവം പോവും, അഡ്വാൻസ് ആയിട്ട് നീങ്ങും. ദൈവത്തോടൊത്ത് ചലിക്കാൻ കഴിയണം. അതിന് ഈ ഒരു വേദന ഒരു പക്ഷേ ദൈവം അനുവദിക്കുന്നു എന്നതിനേക്കാൾ നല്ലത്, ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഇനി സാത്താനിൽ നിന്ന് അതുണ്ടായാൽ, മനുഷ്യരെ അങ്ങനെ ഉപയോഗിച്ചാൽ അതുപോലും നന്മയ്ക്കായിട്ട് തീർക്കാൻ ദൈവത്തിന് കഴിയും. റോമർ 8:28
ബൈബിൾ പറയുന്നതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി Very good. വ്യാപരിക്കുന്നു. സകലവും നന്മയ്ക്കായി കൂടി, നല്ലൊരു പരിഭാഷ, സകലവും നന്മയ്ക്കായി കൂട്ടിച്ചേർക്കുന്നു എന്നൊരു വാക്ക്. അപ്പോൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണെങ്കിൽ പോലും ദൈവഹിതമാണെങ്കിൽ അത് കൂട്ടി ചേർക്കപ്പെടും. അപ്പോൾ ഒന്നാമത്തെ മാർഗ്ഗം ഇതാണ്, പെയിൻ മാറാനായിട്ട് നല്ലൊരു ഫെലോഷിപ്പ് ഉണ്ടാകുക, അങ്ങനെയുള്ള ബന്ധങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുക. സ്പിരിച്വൽ ഫെലോഷിപ്പ്. സ്പിരിച്വൽ ഫെലോഷിപ്പ് മാത്രമല്ല, നല്ല ബന്ധങ്ങൾ. ചിലപ്പോൾ ഒരു വ്യക്തി നമ്മളറിയുന്ന ആത്മീകമായ കാഴ്ചപ്പാടില്ലായിരിക്കാം, അവർ നമുക്ക് കംഫർട്ട് തരുന്നവരായിരിക്കും. എത്ര അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് അങ്ങനെ, സാരമില്ല, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നത്. ഈ എൻകറേജ്മെന്റ് സെയിം ടൈം നമുക്ക് പുറത്തുള്ള ഒരു വ്യക്തിയിൽ നിന്നും ലഭിക്കാം, ഉറപ്പായിട്ടും ലഭിക്കാം. ആരെ വേണമെങ്കിലും ദൈവത്തിന് ഉപയോഗിക്കാം തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്. ബൈബിൾ പറഞ്ഞാൽ ഒരു കഴുതയെ കൊണ്ട് ബിലയാമിനോട് സംസാരിച്ച ദൈവത്തിന് അത് കഴിയും. തീർച്ചയായിട്ടും ആരെ വേണമെങ്കിലും ദൈവത്തിന് ഉപയോഗിക്കാം. ദൈവം സർവശക്തനാണ്, സർവാധിപനാണ്. ദൈവത്തിന് എന്തും ചെയ്യാം. അതൊരു മതത്തിനകത്തുള്ള ദൈവത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവം മതങ്ങൾക്ക് അതീതനാണ്. ദൈവം ഒരു എൻറ്റിറ്റിയാണ്. തീർച്ചയായിട്ടും ഒരു ശക്തിയാണോ? ശക്തിയുണ്ട്, മൾട്ടിപ്പിൾ എൻറ്റിറ്റി. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ കുറച്ചും കൂടെ ഈ ക്രൈസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ, നമുക്ക് ഹോളി സ്പിരിറ്റുമായിട്ടൊരു കണക്ഷൻ വരുമ്പോൾ ബന്ധം ഉണ്ടാകണം. ബന്ധം ഉണ്ടാകുന്നു, അതൊരു അറിവിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അനുഭവത്തിൽ, എക്സ്പീരിയൻസിലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് പരിശുദ്ധാത്മാവുമായിട്ടുണ്ട്. അത് ഒരിക്കൽ സംഭവിക്കുന്നതല്ല, അത് ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ട. എങ്ങനെയാണോ മാനുഷിക ബന്ധങ്ങൾ വളരുന്നത്, ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധം വളരുന്നത്. അവിടെ നമുക്ക് മനുഷ്യർക്ക് സംസാരിക്കാൻ പറ്റാത്ത, മനുഷ്യർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത ഹെവിനെസ് നമ്മുടെ മനസ്സിനകത്ത് വരുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ബൈബിളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ദൈവം ഏറ്റവും അടുത്ത് വരുന്ന ആരുടെ അടുക്കലാണെന്ന് അറിയാമോ? ഏറ്റവും അടുത്തേക്ക് വരുന്നത്, സങ്കീർത്തനകാരൻ പറയുന്നത്, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ. ഏറ്റവും വേദനിക്കുന്ന ആളുകളുടെ അടുത്താണ് ദൈവം ഏറ്റവും അടുത്ത് വരുന്നത്. കാരണം അവരെ, ഇപ്പം എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഞാൻ മനസ്സ് തകർന്നിരുന്നാൽ ആ പദ്ധതി നടപ്പിലാക്കില്ല. കാരണം മനസ്സിൻ്റെ ധൈര്യവും മനസ്സിൻ്റെ ഉറപ്പും എല്ലാ കാര്യത്തിനും ആവശ്യമാണ്. ഈ ഭൂമിയിലെ കാര്യത്തിന് മാത്രമല്ല, ദൈവത്തിൻ്റെ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിന് ആവശ്യമാണ്. സാത്താൻ എപ്പോഴും ശ്രമിക്കുന്നത് നമ്മുടെ മനസ്സിനെ തകർക്കുക എന്നുള്ളതാണ്. അതാണ് ഈ ഹെവിനെസ് ഓഫ് ഹാർട്ട്. ഹെവിനെസ് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു ആയുധമാണ് സാത്താൻ്റെ. നമ്മൾ സാത്താൻ കൊമ്പ് വെച്ച് വരുന്നതും പിന്നെ അങ്ങനെയുള്ള എക്സ്ട്രീമായിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമുക്കുള്ളത്. പക്ഷേ വളരെ ലളിതമായിട്ടാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ, തന്ത്രങ്ങളെല്ലാം. മനസ്സിനകത്ത് ഭാരം കൊണ്ടുവരിക, ഇന്നലെയോ മിനിഞ്ഞാന്ന് സംസാരിച്ച കാര്യം ചുമ്മാ ഇന്ന് നമ്മുടെ മനസ്സിനകത്ത് കൊണ്ടുവന്നിടുക, അത് വെച്ചിട്ട് പിന്നെ നമ്മളെ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടം ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബൈബിൾ പറയുന്നു, ഞാൻ നിൻ്റെ ഭാരം ചുമന്നിരിക്കുന്നു, ഞാൻ നിൻ്റെ ഭാരം വഹിച്ചിരിക്കുന്നു, നീ വേദനപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ അകത്ത് നമ്മളോട് സംസാരിക്കും. എല്ലാ കാര്യവും നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റില്ല, അല്ലേ? അമ്മയോട് പറയേണ്ട കാര്യമുണ്ട്, അമ്മയോട് പറയാൻ പറ്റുള്ളൂ. അപ്പനോട് പറയുന്നത് അപ്പനോട് പറയാൻ പറ്റുള്ളൂ. ഫ്രണ്ട്സിനോട് പറയുന്നത് ഫ്രണ്ട്സിനോട് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇവരോടൊന്നും പറയാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇത് നമുക്ക് എവിടെ പറയാം? ഇത് പറയാനായിട്ടുള്ള ഒരു ബന്ധം ദൈവമായിട്ട് നമുക്കുണ്ടാകും. എല്ലാവർക്കും സാധ്യമാണ് അങ്ങനെ ഒരു ബന്ധം. ഇതിനകത്ത് ക്രിസ്ത്യാനി, ഹിന്ദു, ഇസ്ലാം, മറ്റു മതം ഇങ്ങനെയില്ല. മനുഷ്യനാണോ ജീവനുള്ള ദൈവമായിട്ട് ബന്ധപ്പെടാനായിട്ടുള്ള വഴിയുണ്ട്. ബൈബിളിൽ നമ്മൾ വന്നാൽ ആ വഴി യേശുവാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി. വേദനകൾ ലഘൂകരിക്കാനായിട്ട് ഒന്ന് ഹീലാകുക എന്നുള്ള നമ്മുടെ മനസ്സ് സൗഖ്യമാകുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ശരീരത്തിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. മനസ്സിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ കൗൺസിലിങ് പ്ലസ് നമ്മുടെ ശരീരത്തെ, മനസ്സിൻ്റെ ന്യൂറോണുകളെയൊക്കെ ബലഹീനമാക്കാനായിട്ട് കുറച്ച് മരുന്നുകൾ ഉണ്ട്. പക്ഷേ പ്രശ്നം പരിഹരിക്കപ്പെടാതെ ഒരിക്കലും ജീവിതത്തിലൊരു സക്സസ് ഉണ്ടാകില്ല. അപ്പോൾ ആദ്യം ഉണ്ടാകേണ്ടത് മനസ്സിനകത്തൊരു ഹീലിംഗ് ഉണ്ടാകണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു ഇൻസിഡൻറ്റ്, ഇപ്പം ആരെങ്കിലും ഒരാൾ മരിച്ചു. ഇപ്പം എൻ്റെ വീട്ടിനകത്ത് എൻ്റെ പിതാവ് എൻ്റെ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. അപ്പോൾ മരിച്ചു പോയ സമയത്ത് എനിക്ക് ഭയങ്കര ഭാരം ഉണ്ടായിരുന്നു. അത് ആലോചിക്കുമ്പോഴൊക്കെ ഒരു ഭാരം ഉണ്ടായിരുന്നു. വർഷങ്ങളോളം അത് ഹീലാകാതെ കിടന്നു.
എവിടെയെങ്കിലും അങ്ങനത്തെ ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ കണക്ട് ചെയ്യും. അപ്പം എൻ്റെ മനസ്സ് കണക്റ്റഡ് ആകും. ഞാൻ എത്ര വർഷം പുറകിലേക്കോ എൻ്റെ മനസ്സ് പോകും. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. 100 കൊല്ലം മുമ്പ് നടന്ന കാര്യം 50 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണെങ്കിലും അതുപോലത്തെ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ 50 കൊല്ലത്തിൻ്റെ പുറകിൽ അതേ ഡ്രസ്സ് ഇട്ട് അതേ ഉയരത്തിൽ അതേപോലെ നിൽക്കും, നമുക്ക് ഫീൽ ചെയ്യും. മനസ്സ് അങ്ങനെ റീക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് മനസ്സിനുണ്ട്. അവിടെ ഹീലിംഗ് സംഭവിച്ചില്ലെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ചർച്ചിലൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ ആൺമക്കളെല്ലാവരും മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തു, പല തരത്തിൽ എല്ലാവരും മരിച്ചുപോയി. ഒരു മകളുണ്ട്, മകളുടെ ഭർത്താവ് ക്യാൻസറായിട്ട് മരിച്ചുപോയി. മകൾക്ക് 3 മക്കൾ, 2 ആണും 1 പെണ്ണ്. അതിലത്തെ ഒരു മകൻ പോയിസൺ കഴിച്ച് മരിച്ചു. ഒരു മകൻ ഒരു 3 വർഷം മുമ്പാണ്, ഇപ്പോൾ റീസെൻ്റ്ലി 3 വർഷം മുമ്പ്. അവരാരും വിശ്വാസത്തിലല്ല, അമ്മച്ചി മാത്രമേ വിശ്വാസത്തിലുള്ളൂ. മകൾക്കൊരു മകളുടെ, സ്ത്രീകൾ മാത്രം ആയിട്ട് അവശേഷിച്ചു. പക്ഷേ ഈ അമ്മച്ചിയുടെ അടുത്ത്, അമ്മച്ചി വീട്ടിലേക്കൊക്കെ നമ്മൾ വിസിറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ ഈ കഥ തന്നെ ഇങ്ങനെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മച്ചിക്ക് തന്നെ അറിയില്ല. ഞങ്ങൾ എത്ര പ്രാവശ്യം കേട്ടു ഞങ്ങൾക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, പല ആവർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അമ്മച്ചിയുടെ അകത്ത് നിന്ന് ആ ഓർമ്മ വരുമ്പോൾ, ഇത് എപ്പോഴൊക്കെ ഇത് സംസാരിക്കുന്ന അപ്പോഴൊക്കെ കരയും, അപ്പോഴൊക്കെ വേദനിക്കും, അപ്പോഴൊക്കെ അവരുടെ മുഖം മാറുന്നത് നമുക്ക് അറിയാം. അപ്പോൾ ഞാനിത് കാര്യം പഠിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ അമ്മയ്ക്ക് എപ്പോഴൊക്കെ ഈ കാര്യം ഓർമ്മ വരുന്നു അപ്പോഴൊക്കെ ഒരു പെയിൻ, ഒരു വേദന വരികയാണ്. ഞാൻ നേരത്തെ ഓർക്കുന്നുണ്ട്, പെയിൻ എന്ന് പറയുന്നത് അത് പാപത്തിൻ്റെ പരിണിതഫലമായിട്ടുണ്ടത്. അപ്പോൾ എപ്പോഴൊക്കെ കുത്താൻ അവസരം കിട്ടുന്നോ അപ്പോഴൊക്കെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക മനസ്സിന്. ഒടുവിൽ ഞങ്ങൾ ഈ അമ്മച്ചിയോട് ഒത്തിരി ആവർത്തി സംസാരിച്ചു. പിന്നീട് അവരെ അകത്തുനിന്ന് ആ വേദന മാറി. അതിൻ്റെ അർത്ഥം കഴിഞ്ഞൊന്നും മറന്നു എന്നല്ല, എല്ലാം ഓർമ്മയുണ്ടാകും. പക്ഷേ ആ ഒരു സിറ്റുവേഷൻ റീക്രിയേഷൻ ചെയ്യപ്പെട്ടാൽ പോലും അതിനകത്ത് പഴയ പെയിൻ ഉണ്ടാകില്ല. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, അന്യോന്യം ഷെയർ ചെയ്യുക. 2, പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് ആശ്വസിപ്പിക്കുക. 3-മത്തേത് നമ്മുടെ മനസ്സിനകത്ത് നിന്ന് ശരിക്കും ആ ഒരു അതിനെ പറയുന്ന ഇന്നർ ഹീലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു കാര്യമാണത്. ഇന്നർ ഹീലിങ്ങിനെ കഴിയുമെങ്കിൽ ഇന്നർ ഹീലിംഗ് ഒരു മിനിസ്ട്രി കൂടെ കടന്നുപോയി ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരിക. ഉറപ്പായിട്ടും നമ്മൾ സന്തോഷത്തോടു കൂടെ ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ പെയിനിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു ഫെലോഷിപ്പ് ഉണ്ടാക്കണം, പരിശുദ്ധാത്മാവായിട്ട് ബന്ധം ഉണ്ടാക്കണം. ഈ ഇന്നർ ഹീലിങ്ങിലൂടെ അവരും കടന്നു പോകണം. എങ്കിലേ ഇവർക്ക് ഈ പെയിൻ കാലാകാലത്തേക്ക് ലൈഫിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഈ പെയിനിൽ തന്നെ ജീവിക്കേണ്ടി വരും. മെമ്മറി ഉണ്ടായിരിക്കും, പെയിൻ സൗഖ്യമാക്കാം, അങ്ങനെ തന്നെ സസ്റ്റെയിൻ ചെയ്തു പോകും. അല്ല, നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈ സംഭവത്തെക്കുറിച്ച്, എപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും. അത് പെയിനിന്റെ സ്കെയിൽ കുറയും, അതായത് വേദന കുറയുകയോ എന്നേക്കുമായിട്ട് മാറുകയോ ചെയ്യും. അതാണ് ഹീലിംഗ്. ക്രിസ്തുവിലുള്ള ജീവിതത്തിൽ എന്നേക്കുമായി മാറും എന്നതിന് ഉറപ്പാണ്. യെസ്, അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് കടന്നു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, തീർച്ചയായിട്ടും. ഒത്തിരി ആളുകളുണ്ട് ലോകത്ത് ഇങ്ങനെ വേദനിച്ച് കിടക്കുന്ന ആളുകൾ. പലരും പറയുന്നത് ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ്, ദൈവം എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായത്. പക്ഷേ ബൈബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്നൊരു വലിയ സത്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും അത് 1 നന്മയ്ക്കായി മാറും, 2 അതിൻ്റെ പുറകിൽ തേജസ്സിന് അടുത്തൊരു റലത്തിലേക്ക് കയറാൻ ദൈവം ഇതൊരു ടൂളാക്കി തരും, സ്റ്റെപ്പിംഗ് സ്റ്റോൺ. തീർച്ചയായിട്ടും. ഇന്ന് ഈ വേദന അനുഭവിക്കുന്നവർ അത് തിരിച്ചറിയട്ടെ. ദൈവം അവരുടെ ലൈഫിൽ അടുത്ത ഒരു റലത്തിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആക്കിയിട്ട് അതിനെ മാറ്റട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായിട്ടും. അപ്പം നമ്മുടെ ലൈഫിൽ, ഡേ ടു ഡേ ലൈഫിൽ നമ്മളൊരു ക്രൈസ്റ്റായിട്ട് ജീവിക്കുന്നു. ഈ പെയിനൊക്കെ ലഘൂകരിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ലൈഫ് സ്റ്റൈലിലേക്ക് കടന്നു, ജീവിതം ഏറ്റവും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അടുത്തൊരു സംശയമായിട്ട് വരുന്നതാണ്, ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന പ്രോമിസസ് ഉണ്ട്. ഇൻ ജനറൽ പല പ്രോമിസസും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. ഇതല്ലാതെ വ്യക്തിപരമായിട്ട് പല പ്രോമിസസും നമ്മൾ പല രീതിക്ക്, പല സമയത്ത്, പല കാലഘട്ടത്തിൽ
നമുക്ക് കേട്ടിട്ടുണ്ട്. നമ്മൾ പലരും എഴുതി വെച്ചിട്ടുണ്ട്, പലരും അത് ഓർത്ത് വെച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ ആക്കി വെക്കാൻ പോകുന്ന സാഹചര്യം, ഇൻ ഫ്യൂച്ചർ ആക്കി വെക്കാൻ പോകുന്ന സാഹചര്യവും പലരോടും ദൈവം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും ഈ പ്രോമിസസ് ഒക്കെ ലേറ്റ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറയും പെർഫെക്റ്റ് ടൈമിംഗ് ആയിട്ടില്ല, ദൈവത്തിൻ്റെ സമയത്തിനാണ് വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും നമ്മളടക്കമുള്ള എല്ലാവരും സംശയിക്കും, എന്തുകൊണ്ട് പ്രോമിസസ് ഒക്കെ ഇത്രയധികം സമയമെടുക്കുന്നു, കാലതാമസം എല്ലാ പ്രോമിസസിനും എടുക്കുന്നു എന്ന്. ഞാൻ വ്യക്തിപരമായ പ്രോമിസസിനാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന ഒത്തിരി പേര് നമ്മൾ തമാശയ്ക്കാണെങ്കിലും പറയും, തലയ്ക്ക് മുകളിൽ അത്രയധികം പ്രോമിസസ് നമുക്കുണ്ട്. എങ്ങനെ നിന്നാലും ഇരുന്നാലും കിടന്നാലും പ്രോമിസ് ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ആക്കി വെക്കാം എന്ന് ദൈവം നമ്മളോട് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഈ പ്രോമിസസൊക്കെ ലേറ്റ് ആവുമ്പോൾ നമുക്ക് ഒരു നിരാശ ഉള്ളിൽ വരും. എന്തുകൊണ്ട് ദൈവമേ ഇതൊന്നും നടക്കുന്നില്ല, ഞാൻ ഇതൊക്കെ ചെയ്തല്ലോ, ഞാൻ ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, ഞാൻ ഹോളി സ്പിരിറ്റുമായിട്ട് നല്ല ബന്ധമുണ്ട്, ഞാനൊരു ക്രിസ്ത്യൻ ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ട്, എൻ്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എന്നിലെ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണുന്നുണ്ട്, എന്നിട്ടും എന്തുകൊണ്ട് എൻ്റെ പ്രോമിസസ് ഒക്കെ ലേറ്റ് ആവുന്നു? ഈ ഒരു ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയാനുള്ളത്? രണ്ട് രീതിയിൽ നമുക്കതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വാഗ്ദത്തങ്ങൾക്ക് രണ്ട് സൈഡുണ്ട്. ഇനി രണ്ട് തരത്തിൽ വാഗ്ദത്തങ്ങൾ ദൈവം നമ്മോട് പറയുന്നുണ്ട്. അതിലൊന്ന് അൺകണ്ടീഷണലാണ്. ദൈവം നമ്മിൽ നിന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നീ വാ, ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. നീ ഇന്നത് ചെയ്താലേ ഞാൻ നിന്നെ അനുഗ്രഹിക്കൂ എന്നല്ല പറഞ്ഞത്. അങ്ങോട്ട് പറയുകയാണ്, നീ നിൻ്റെ പിതൃഭവനത്തിൽ ചാർച്ചക്കാരെയൊക്കെ വിട്ട് പുറപ്പെട്ടു. അവിടെയാണല്ലോ വാഗ്ദത്തം. വാഗ്ദത്തത്തിൻ്റെ ആരംഭം അബ്രഹാമിലാണ്. അതിന് മുൻപുണ്ട്, ഉൽപ്പത്തി പുസ്തകത്തിൽ വാഗ്ദത്തമുണ്ട്. പക്ഷേ ജനതകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന വാഗ്ദത്തങ്ങളുടെ ആരംഭം അബ്രഹാമിനെ വിളിച്ചിട്ടാണ് പറയുന്നത്, നീ പുറപ്പെടുക, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അബ്രഹാം പോകാമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, ആലോചിക്കാമെന്നും പറഞ്ഞില്ല. പക്ഷേ ദൈവം അടുത്ത സ്റ്റെപ്പ് പറയുകയാണ്, പോകുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിൻ്റെ പേര് വലുതാക്കും. 7 അനുഗ്രഹങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. അവിടെ അബ്രഹാമിൻ്റെ യാതൊരു പങ്കും ദൈവം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ അബ്രഹാമിൻ്റെ വശത്തു നിന്നൊന്നുമില്ല, ദൈവമാണ് അവിടെ ഇൻപുട്ട് ചെയ്തത്. ഇതാണ് ഒന്നാമത്തെ പ്രോമിസിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സൈഡ് എന്ന് പറയുന്നത്, മോശയുടെ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ പറയാണ്, നിങ്ങളിങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ അനുഗ്രഹം ഉണ്ടാകും. പ്രോമിസിൻ്റെ സെക്കൻഡ് ഒരു ഡയമെൻഷൻ. അതായത് ആദ്യത്തെ അബ്രഹാമിനോട് പറയണു, നിന്നിൽ നിന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല, പക്ഷെ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം. പക്ഷെ മോശയുടെയൊക്കെ ആ ന്യായപ്രമാണ കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ കർത്താവ് കുറച്ച് ദൈവം മാറ്റിയതാണോ? അല്ല, യഹോവയായ ദൈവം പറയുന്ന പദം ഇതാണ്, നിങ്ങൾ ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നത് ഉണ്ടാകും, നിങ്ങൾ എൻ്റെ ന്യായപ്രമാണത്തെ പാലിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ 2 തരം വാഗ്ദത്തങ്ങളുണ്ട്, 2 ടൈപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒന്ന്, യേശുക്രിസ്തുവിൽ കൂടെ നമുക്കുണ്ടാകുന്ന, അതിനകത്ത് നമ്മുടെ ഒരു സാധനവും ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അത് പിതാവ് പുത്രനായ ക്രിസ്തുവിനെ നോക്കിയിട്ട് ക്രിസ്തുവിന് എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം സ്പിരിച്വലി നമ്മുടെ അവകാശമാണ്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട്, പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ എല്ലാ ആത്മീക അനുഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ, പഴയ നിയമത്തിലാണ് ഭൗതിക അനുഗ്രഹങ്ങൾ. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പഴയ നിയമത്തിൽ എഴുതി വന്ന കാര്യങ്ങൾ പിന്നെയും തിരുത്തുകയോ ആവർത്തിച്ച് എഴുതുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും പുതിയ നിയമത്തിലും ബാധകമാണ്. അവിടെ വെളിപ്പെടുത്താത്തതാണ് പുതിയ നിയമത്തിൽ എക്സ്ട്രാ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ളൂ. ഒരിക്കൽ വെളിപ്പെടുത്തിയ കാര്യം പിന്നെയും വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, താൽക്കാലികമായ അനുഗ്രഹങ്ങളും നിത്യമായ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ളതാണ്. താൽക്കാലികമായ അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ നമ്മുടെ ആയുസ്സിൽ നമുക്ക് അനുഭവിക്കാനുള്ളത്. നിത്യമായ അനുഭവം എന്ന് പറഞ്ഞാൽ, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എവർ ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ്. ഇത് രണ്ടും ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ വളരെ വിദഗ്ധമായിട്ട് സാത്താൻ വഞ്ചിച്ച് വെച്ചിരിക്കുന്നത്, ഇവിടെ നമുക്ക് കഷ്ടം ദുഃഖം പ്രയാസം മാത്രമേ ഉള്ളൂ, അവിടെ ചെന്നാലാണ് എല്ലാം കിട്ടുക. പക്ഷേ ഇവിടെ നമുക്കെല്ലാം ഉണ്ട്. ബൈബിൾ പറയുന്നു, പത്രോസിൻ്റെ ലേഖനത്തിൽ, ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെയും ദൈവം നമുക്കിവിടെ വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിത് വിട്ടുകളയുകയാണ്.
ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരിക്കൽ നാം ദൈവത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്ന സമയത്ത് കർത്താവ് നമ്മോട് ചോദിക്കുന്ന, നിനക്ക് തന്ന പ്രൊവിഷൻ മുഴുവനും നീ ഉപയോഗിച്ചോ? ആ ചോദ്യത്തിന് പലരും നോ എന്നായിരിക്കും. ഒരു 10 കൊല്ലം മുമ്പാണെങ്കിൽ ഞാനും പറഞ്ഞേനെ, അയ്യോ എനിക്കത് അറിയില്ലായിരുന്നു, ഞാൻ അതെല്ലാം ത്യജിച്ചത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊരു ബേസിക് പഠിപ്പിക്കലാണ്. കഷ്ടം മാത്രമേ ഉള്ളൂ. തീർച്ചയായും. അല്ലെങ്കിൽ ഈ ഒരു ഏർത്തിലായിരിക്കും, ഏർത്ത്ലി ലൈഫ് നമുക്ക് എപ്പോഴും ദുഃഖം മാത്രമേ തരുന്നുള്ളൂ. ഇവിടെ നമുക്ക് കഷ്ടം, ദുഃഖം, പ്രയാസവും ഉണ്ട്. ഈ പ്രയാസങ്ങൾക്ക് അപ്പുറം സന്തോഷം എന്നൊരു എലമെന്റിലേക്ക് എത്തുന്നില്ല. അവിടെ വെച്ച് അത് കട്ടാവുന്നു. അതെ അതെ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് മാത്രമല്ല ഉള്ളത്. ജയകരമായൊരു ക്രിസ്തീയ ജീവിതമുണ്ട്. എന്നും ഒരു സ്ഥലത്തല്ല, നമുക്കൊരു മുന്നേറ്റമുണ്ട്. മേഘം മാറുന്നതിനനുസരിച്ചായിരുന്നു ഇസ്രായേൽ മക്കൾ കൂടാരം മാറ്റിയെടുത്തത്. ഇന്നും നമ്മുടെ മേഘം പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണ്. ആത്മാവ് ഒരിക്കലും നമ്മളെ ഒരു കുഴിയിൽ കൊണ്ട് ചാടിക്കില്ല. ആത്മാവ് ഒരിക്കലും നമ്മൾ നശിച്ച് കാണാൻ ആഗ്രഹിക്കില്ല. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്ത് മറഞ്ഞിരിക്കുന്ന എന്തെങ്കിലും ജഡീകമായ കാര്യങ്ങളുണ്ടെങ്കിൽ അത് പുറത്ത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരും. അത് നമ്മൾ അറിയാൻ വേണ്ടി മാത്രമാണ്. അതിൽ നിന്നൊരു വിടുതൽ റെമഡി കണ്ടിട്ടാണ് അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ പ്രോമിസോ, ഒന്നാമത്തെ പ്രോമിസ് എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്കതിൻ്റെ ദൈവം നമ്മിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ. രണ്ടാമത്, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, ചിലത് പ്രതീക്ഷിക്കുന്നുണ്ട്. നീ ഇന്നത് ചെയ്താൽ ഞാൻ നിനക്ക് ഇന്നത് നൽകി തരും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് മറ്റൊരു പ്രായോഗിക കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവം പറഞ്ഞല്ലേ, ഇനി നമുക്കൊന്നും ചെയ്യാനില്ല, ദൈവം പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. ദൈവം എന്നോട് പറഞ്ഞതാണ്, ദൈവം ഒരിക്കലും മാറില്ല, അതുകൊണ്ട് എനിക്ക് എന്തായാലും അത് ലഭിക്കും. പക്ഷെ 1 കൊല്ലം, 2 കൊല്ലം, 3 കൊല്ലം, 4 കൊല്ലം ഡിലേ ആകുമ്പോൾ നമുക്ക് വരുന്നത് ദൈവം പറഞ്ഞ് നടത്തുമെന്നല്ല, ഞാൻ കേട്ട ശബ്ദം ശരിയാണോ. വളരെ വിദഗ്ധമായിട്ട് എവിടേക്ക് തിരിഞ്ഞു നമ്മൾ? ദൈവത്തെ ചോദ്യം. ഇത് ആരുടെ തന്ത്രമാണത്? അപ്പോൾ ദൈവം നമ്മോടൊരു പ്രോമിസ് പറയുന്നത്, രണ്ടാമത്തെ കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു പ്രോമിസ് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളോ എന്തെങ്കിലും ഡെഡിക്കേഷനുകളോ എവിടെയെങ്കിലും സറണ്ടർ ചെയ്യാനോ ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. അത് ആവശ്യപ്പെട്ടാലേ ഈ പ്രോമിസ് നടക്കുകയുള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ടൈമിങ്. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ സൂര്യൻ്റെ കീഴിലുള്ള സമയത്താണ് പലതും പ്രതീക്ഷിക്കുന്നത്, പക്ഷേ ദൈവത്തിൻ്റെ ഒരു സമയമുണ്ട്, ദൈവത്തിൻ്റെ സമയത്തെ നടക്കുള്ളൂ. അത് അപ്പോൾ നമുക്ക് ചോദിക്കാൻ പറ്റുമോ, ഇതെങ്ങനെ നമുക്കറിയാം? പരിശുദ്ധാത്മാവുമായിട്ട് അലൈൻമെൻ്റ് ആകൂ. ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തും. ആത്മാവ് ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ അറിയുന്ന ആളാണ്. ആത്മീകന്മാർക്ക് വെളിപ്പെടുത്തും. ആരാത്മീകന്മാർ? ഒരുവൻ്റെ അകത്ത് ക്രൈസ്റ്റ് ഉണ്ടെങ്കിൽ അവനല്ലാതെ പിന്നെ ആരാത്മീകൻ? ഇതിൻ്റെ എല്ലാം ബേസ് ആ തിരിച്ചറിവിൽ നമ്മൾ എത്തണം എന്നുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ രണ്ടാമത്തെ വാഗ്ദത്തങ്ങൾ അവകാശമാക്കുക എന്ന് പറയുന്നത് അത് മറ്റൊരു കാര്യമാണ്. ഒന്ന്, ഞാൻ പറഞ്ഞത്, നമ്മുടെ എഫേർട്ട് ഇല്ലാതെ, നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ ദൈവത്തിൽ നിന്ന് മാത്രമായിട്ട് സംഭവിക്കുന്ന, ഒരു സൈഡിൽ നിന്ന് മാത്രം ഒഴുകുന്ന, ഒരു ഡാമിനകത്ത് നിന്ന് ഒരു വാൽവിൽ കൂടെ ഒഴുകി വരുന്നത് പോലെ. രണ്ടാമത്തത്, നമ്മുടെ പാർട്ടിസിപ്പേഷൻ ദൈവം ആഗ്രഹിക്കുന്നു, നമ്മുടെ പങ്കാളിത്തം. അത് നമ്മൾ ഇന്നത് ചെയ്താൽ അത് അങ്ങനെയായിരിക്കും പ്രോമിസ്. ഇപ്പം ഞാനും പ്രവചിക്കുന്ന ആളാണ്. ചില സന്ദർഭങ്ങളിൽ കർത്താവും പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ദൈവം നിനക്ക് വേണ്ടി ഇന്ന വഴി തുറക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മാത്രം കേൾക്കും, എന്താ, ദൈവം എനിക്ക് വേണ്ടി ഇന്ന വഴി തുറക്കും. പക്ഷെ അതിനൊരു ക്ലോസ് ഉണ്ട്, ഇന്നത്. ആ ക്ലോസ് വിട്ട് കഴിഞ്ഞാൽ നടക്കില്ല. പണ്ടൊരിക്കൽ ഞാനൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം എഴുതിയൊരു കാര്യം ഇതാണ്. അദ്ദേഹം ദൈവത്തോട് ചോദിച്ചു, ദൈവം എന്തുകൊണ്ടാണ് എൻ്റെ വാഗ്ദത്തങ്ങൾ എനിക്ക് ലഭിക്കാത്തത്? ഒരു പക്ഷേ നമുക്ക് കേൾക്കുന്നവർക്ക് ഒത്തിരി പ്രയോജനമാകും ഈ ഒരു. അപ്പോൾ അദ്ദേഹം അന്ന് 2-3 ദിവസം ദൈവത്തോട് സംസാരിച്ചു. അദ്ദേഹം ഒരു ദിവസം, 3-ാം ദിവസം കിടന്നുറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിനകത്ത് ഒരു വലിയ പെരുമ്പാമ്പ്, ആ പെരുമ്പാമ്പിൻ്റെ വയറിൽ പല സ്ഥലങ്ങളിലും മുഴകളാണ്. അപ്പോൾ ഇദ്ദേഹം സ്വപ്നത്തിൽ ചോദിച്ചു, എന്താണത്? അപ്പോൾ ഇദ്ദേഹത്തെ, ഈ സ്വപ്നം കണ്ട വ്യക്തിയെ ദൈവം ആ പെരുമ്പാമ്പിൻ്റെ വയറ്റിനകത്തുള്ള സാധനങ്ങൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതൊക്കെ എന്താ? ഇതെല്ലാം ഇവിടുന്ന് റിലീസായിട്ടുണ്ട്, പക്ഷെ നിൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല.
ഇവിടുന്ന് റിലീസായി നിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, ഇതിനിടയ്ക്ക് ആരോ ഇത് അപഹരിച്ച് കൊണ്ടുപോയി. അപ്പോൾ സത്യത്തിൽ പല പ്രോമിസുകളും നമ്മൾ പറയുന്നത് ദൈവം പറഞ്ഞ പ്രോമിസാണെങ്കിൽ എന്തുകൊണ്ട് ലഭിക്കുന്നില്ലെന്നാ. ദൈവത്തിനും നമുക്ക് ഇടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് മനസ്സിലായത്. ദൈവത്തിനും നമുക്ക് ഇടയിൽ എന്ത് സംഭവിച്ചു, എന്തായിരുന്നു അതിൻ്റെ കാരണം? ടൈമിംഗ് ഇല്ല, ചിലപ്പോൾ ടൈമിംഗ് ആയിരിക്കാം. കെരീത്തിൽ എലിയാവ് പോയിട്ടിരിക്കാൻ വൈകി കഴിഞ്ഞാൽ കാക്ക വരും, ഇരിയാവിന് കിട്ടത്തില്ലായിരുന്നു. പല അഡ്രസ്സിലും ആളില്ല. പലപ്പോഴും ഞാൻ നമ്മുടെ ചർച്ചിലെ ആളുകളോട് പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: ദൈവം നമുക്ക് വേണ്ടി നമ്മോട് സംസാരിക്കുന്നൊരു സമയമുണ്ട്. ഒരു പ്രോമിസ് സംസാരിക്കുമ്പോൾ നമ്മുടെ സ്പിരിച്വൽ സ്റ്റാറ്റസ് ഉണ്ട് അല്ലേ? ഭൂരിഭാഗം ആളുകളോടും ഒരു എന്താ പറയുക, സാധാരണക്കാരായ ഭൂരിഭാഗം ആളുകളും പ്രോമിസ് കേൾക്കുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? പ്രശ്നം വരുമ്പോൾ മാത്രമല്ല, ഫാസ്റ്റിംഗ് പ്രയറിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉണർവ് മീറ്റിംഗ്, ആ സമയത്താണ് കേൾക്കുന്നത്. എന്തുകൊണ്ട് അതിന് മുമ്പ് കേൾക്കുന്നില്ല? കേൾക്കാഞ്ഞിട്ടല്ല, അവർക്കത് തിരിച്ചറിയാൻ അവർ ട്യൂൺഡ് ആയിട്ടില്ല. ഒന്നാമത്തെ കാര്യം, അവരുടെ സ്പിരിറ്റ് ട്യൂൺ ചെയ്തിട്ടില്ല. അവർക്ക് അവരുടെ ഡിസ്പ്ലേ ആയിരിക്കുന്ന അവരുടെ മൈൻഡ് പക്കയല്ല. അതുകൊണ്ട് ദൈവം സംസാരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. രണ്ടാമത്, ഈ മീറ്റിങ്ങുകൾ വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നു, കൂടുതൽ ദൈവമായിട്ട് അടുക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫെലോഷിപ്പ് കൂടുന്നു. നമ്മുടെ കൂട്ടായ്മ ബന്ധം വർദ്ധിക്കുന്നതിനനുസരിച്ച് ദൈവത്തിന് നമ്മോട് സംസാരിക്കാനായിട്ടുള്ള സാധ്യത കൂടുകയാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റാറ്റസിലേക്ക് എത്തി, ദൈവം നമ്മോട് സംസാരിക്കുന്ന സ്റ്റാറ്റസ്. അപ്പം ഞാൻ നമ്മുടെ ചർച്ചിലുള്ള ആളുകളോട് പറയുന്നൊരു പദം ഇതാണ്: ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറണമെങ്കിൽ മിനിമം നിങ്ങൾ വാഗ്ദത്തം കേൾക്കുന്ന സമയത്തുള്ള നിങ്ങളുടെ സ്പിരിച്വൽ സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ അതിന് മേലേക്ക് ഉയർന്നു വരണം. താഴേക്ക് പോയി കഴിഞ്ഞാൽ നടക്കത്തില്ല, സമയം മാറും. മനസ്സിലായോ? ഇപ്പോൾ ഒരു നമ്മുടെ ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കാര്യം സാധാരണക്കാർക്ക് വേണ്ടി കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തു. അവർ പറഞ്ഞ സമയത്ത് ഗവൺമെൻറ് പറഞ്ഞ പോലെ നമ്മൾ എത്തിയെങ്കിലേ നമുക്ക് അവിടെ നിന്ന് അത് റിസീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അരമണിക്കൂർ കഴിഞ്ഞ് പോയാൽ നടക്കില്ല. വാഗ്ദത്തങ്ങൾ പലതും സ്റ്റാറ്റസിൽ നിന്ന് താഴെ പോകുന്നതുകൊണ്ട് സംഭവിക്കുന്നത്. ദൈവം നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഒരു സ്പിരിച്വൽ സ്റ്റാറ്റസ് നമുക്കുണ്ട്. അത് ചിലപ്പോൾ ഫാസ്റ്റിംഗ് പ്രയറിൽ കിട്ടിയതായിരിക്കാം, ഉണർവ് മീറ്റിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സ്പിരിച്വൽ ആത്മീകമായ അഭിവൃദ്ധി ഉണ്ടായ സമയത്ത്. ആ വാക്കത്രയും ശരിയല്ല എങ്കിലും എല്ലാവർക്കും മനസ്സിലാക്കുന്നൊരു പദമാണ് ആത്മീക അഭിവൃദ്ധി. സത്യത്തിൽ ആത്മാവിനല്ല അഭിവൃദ്ധി, നമ്മുടെ സോളിനാണ് അഭിവൃദ്ധി. നമ്മുടെ സ്പിരിറ്റും നമ്മുടെ മൈൻഡും ഒന്നാകുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം നമ്മോട് സംസാരിച്ച ആ ഒരു സ്റ്റാറ്റസിൽ നമ്മുടെ സോള് നമുക്ക് തുടർമാനം കൊണ്ടുപോകാൻ പറ്റി, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റി. കൺസിസ്റ്റൻസിയാണ് തീർച്ചയായിട്ടും നിലനിൽക്കുന്ന ഒരു ആത്മീക അന്തരീക്ഷത്തെ നമ്മുടെ ദേഹിയിൽ നമുക്ക് സ്വീകരിക്കാൻ, അതിനെ നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സമയം മാറിക്കൊണ്ടേയിരിക്കും. ചിലത് മാറിപ്പോകും. പക്ഷേ ഈ സമയത്ത് മുഴുവൻ നമ്മളെ ദൈവത്തെയാണ് കുറ്റപ്പെടുത്തുന്നത്. അയ്യോ ദൈവമേ തന്നില്ലല്ലോ. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുമ്പോൾ കൃത്യസമയത്ത് വാഗ്ദത്തങ്ങൾ നടക്കും. തീർച്ചയായിട്ടും പറഞ്ഞ ദൈവം അതായത് ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണെങ്കിൽ, ദൈവത്തിന് ഇനി ഒന്നും നമുക്ക് തരാനില്ല. എല്ലാം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ കൂടെ തന്നു കഴിഞ്ഞു. ദൈവമേ നീ താ എന്ന് ചോദിക്കുന്ന വാക്കിന് ഇനി പ്രസക്തിയില്ല. പകരം നമുക്ക് അർഹതപ്പെട്ടതിനെ നമ്മൾ ആ സ്റ്റാറ്റസിനകത്ത് കയറി ചെന്ന്, ആ ഒരു ലെവലിൽ നമ്മൾ കയറി ചെന്ന് അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം കൂടെ നമ്മൾ പ്രായോഗികമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അബ്രഹാമിന് 75-ാമത്തെ വയസ്സിലാണ് മകന് വാഗ്ദത്തം കിട്ടിയത്. ആ വാഗ്ദത്തത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു, 25 വർഷത്തോളം വാഗ്ദത്തം നിറവേറിയില്ല. 25 വർഷം. എനിക്ക് പറയാനുള്ളത്, വർഷം വൈകും തോറും ഏറ്റവും ബെസ്റ്റായിരിക്കും. അതാണ് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയും കൂടെ നമുക്ക് ഉണ്ടാവണം. ഉറപ്പായിട്ടും നമ്മൾ ആ കടന്നു പോകുന്ന സാഹചര്യം നമുക്കതിനെ തിരിച്ചറിയുകയും അതിനെ അതിജീവിക്കുകയും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 25 വർഷം അബ്രഹാം വാഗ്ദാനത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ റോമാലേഖനത്തിൽ ബൈബിൾ പറയുന്നത് അവിശ്വസിച്ചില്ല, വിശ്വാസത്തിൽ ബലഹീനപ്പെട്ടില്ല, പകരം വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു ദൈവത്തിന് മഹത്വം
കൊടുത്തു പോകുന്നു. അതായത് എന്താണോ പറഞ്ഞത് അത് അദ്ദേഹം റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ദൈവം പറഞ്ഞതിന് പറയാൻ തുടങ്ങി. ദൈവം പറഞ്ഞത് ലഭിക്കുമെന്ന വിശ്വാസത്താൽ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. സാധാരണ മനുഷ്യർ എന്തെങ്കിലും കിട്ടിയിട്ടാണ് നന്ദി പറയാം അല്ലേ? പക്ഷെ ദൈവമക്കൾ കിട്ടുന്നതിന് മുൻപ് നന്ദി പറയും. പ്രാർത്ഥിക്കുന്നതിന് മുൻപ്, പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുന്നതിന് മുൻപ്, അതാണ് ഫെയ്ത്ത്. നമ്മുടെ ഫെയ്ത്ത് ലെവലും കൂടെ ഒപ്പം കൂടണം. അതെ. ഫെയ്ത്ത് എന്ന് പറയുന്നത് അഡ്വാൻസ് ആയിട്ട് താങ്ക്സ് പറയുന്നത്. പക്ഷെ യുക്തി എന്ന് പറയുന്നത് കിട്ടിയിട്ട് താങ്ക്സ് പറയുന്നത്. 90% ആളുകളും കിട്ടിയിട്ടേ താങ്ക്സ് പറയും. പക്ഷെ ഫെയ്ത്തിലുള്ള ആളുകൾ ദൈവത്തിന് മുൻപേ താങ്ക്സ് പറയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രായോഗികമായിട്ട് വാഗ്ദത്തത്തെ നമുക്ക് എത്തിപ്പിടിക്കണമെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിനകത്ത് ഇതും കൂടെ ആഡ് ചെയ്യണം. അഡ്വാൻസ് ആയിട്ട് തന്നതിന് ദൈവത്തെ നന്ദി പറയണം. അത് ഫെയ്ത്ത് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പോൾ വാഗ്ദത്തങ്ങൾ പലതും ഡിലേ ആകുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഒരിക്കലും നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ട കാര്യമില്ല. ഒന്നും നടന്നില്ലെങ്കിലും, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും അതെല്ലാം യാഥാർത്ഥ്യമാണ്, ഫാക്റ്റാണ്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് എ ട്രൂത്ത്. അതൊരു സത്യമല്ല. സത്യം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവം നമ്മോട് എന്തു പറഞ്ഞു അതാണ് സത്യം. അത് പറയുക, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും സത്യം ജയിക്കും. ആമേൻ. താങ്ക് യു.